ഹായ് കൂട്ടുകാരെ, ലച്ചുവും കുഞ്ഞാറ്റയും നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കഥാലോകത്തേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കിട്ടുവിൻ്റെയും അവൻ്റെ കുരുന്ന് നായരുടെയും അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ലോകത്തേക്കാണ്. നമുക്ക് കഥ കേട്ടാലോ? അങ്ങ് ദൂരെ ഒരു മലയോര ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ചെമ്മരിയാടുകളും അരുവികളും മേഘങ്ങൾ മൂടിയ മലനിരകളും മരങ്ങളും പൂക്കളും എല്ലാം അടങ്ങിയ ഒരു സുന്ദര ഗ്രാമം. അവിടെയുള്ള ഒരു കൊച്ചു പയ്യൻ കിട്ടുവിൻ്റെയും അവൻ്റെ നായ്ക്കുട്ടി മിട്ടുവിൻ്റെയും കഥയാണിത്. കഥയുടെ പേരാണ് കിട്ടുവും മിട്ടുവും മാന്ത്രിക പെൺകുഞ്ഞ്. കഥ മുഴുവനും കാണണേ. ഇവർക്കിത് വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു മിട്ടു. എന്ത് രസാ മിട്ടു അതിനെ കാണാൻ. ഇതിനു മുൻപൊന്നും അതിനെ കണ്ടിട്ടില്ലല്ലോ. ഈ സ്ഥലം നല്ല ഭംഗിയാണല്ലോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊന്ന് പോയി നോക്കാം മിട്ടു. ഹായ്, ഞാൻ കിട്ടു. ഇത് മിട്ടു. ഞാനാണ് മാന്ത്രിക പെൻഗ്വിൻ. ഞാനൊരു മഞ്ഞ് ലോകത്തു നിന്നാണ് വരുന്നത്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. ഈ സ്ഥലം വളരെ മനോഹരമായിട്ടുണ്ട്. മലയും അരുവികളും പൂക്കളുമെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കാണിക്കാമോ കിട്ടുമിട്ടു? അതിനെന്താ, ഞങ്ങളുടെ കൂടെ വരൂ. ഞങ്ങൾ ചുറ്റിക്കാണിക്കാം. നമുക്ക് എന്റെ സൈക്കിളിൽ പോകാം. പിടിച്ചിരിക്കണേ. അയ്യോ, ഇതൊരു പാമ്പാണല്ലോ. നിങ്ങൾ പോകുകയാണോ കിട്ടു? ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളും എന്റെ കൂടെ വരുന്നോ? ആ സ്ഥലം നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും. നീ അത് കേട്ടോ മിട്ടു? നമുക്ക് പോകാം. ഞങ്ങളും വരുന്നു. അപ്പോൾ നമുക്ക് പോയാലോ കിട്ടു മിട്ടു? With the cheer drums tap light, the adventure is near. Building higher, swirling wide, a crescendo of joy we can't hide. One final hit, a triumphant call. The wonder begins for us all. ഹായ്, എന്ത് രസമായിരുന്നു. ആദ്യ ക്ഷീണിച്ചു പോയി. ഞാനൊന്ന് മയങ്ങട്ടെ കിട്ടു. അതൊരു സ്വപ്നമായിരുന്നോ? എന്ത് രസമായിരുന്നു. അത് ശരിക്കും നടന്നെങ്കിൽ എന്ത് രസായേനെ. സാരമില്ല, ഞാൻ ഉറങ്ങട്ടെ. പക്ഷേ ശരിക്കും അതൊരു സ്വപ്നമായിരുന്നില്ല. കിട്ടുവും മിട്ടുവിൻ മഞ്ഞിൽ ഉറങ്ങിയ നേരത്ത് മാന്ത്രിക പെൻഗ്വിൻ അവരെ വീട്ടിലാക്കിയിരുന്നു. അങ്ങനെ മാന്ത്രിക പെൻഗ്വിൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഞങ്ങൾ ഇനി കഥയുമായി പിന്നെ ഒരു ദിവസം വരാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.